നന്മയും നർമ്മവും കൂട്ടിക്കലർത്തി മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയ നമ്മുടെ പ്രിയപ്പെട്ട കാപ്പിപ്പിടിയച്ചൻ ജോസഫ് പുത്തമ്പരച്ചനെ അത്ഭുതപ്പെടുത്തിയ ഞെട്ടിച്ച ഒരു അധ്യായമാണ് പോസിറ്റീവ് സ്റ്റോക്കിന്റെ ഈ ലക്കത്തിൽ. പോസിറ്റീവ് സ്റ്റോക്ക് കണ്ട് ഞെട്ടാറുണ്ട്. എന്താണോ ഞെട്ടാണല്ലോ വകുപ്പ്, കാത്തിരിക്കാം. അച്ഛാ ഈശോ വിജയശ്രീ ഞെട്ടിക്കാൻ വരുന്ന ആള് ഞാനായിരുന്നു ഞെട്ടണമെന്ന് പറഞ്ഞ. ഞാൻ ഓർത്തു എന്താ ഞെട്ടുന്നത്, ഞെട്ടാൻ മാത്രമൊന്നും ഇല്ലല്ലോ. എന്നെ കണ്ട് തോന്നില്ലല്ലേ? ഞെട്ടാൻ മാത്രമൊന്നും തോന്നില്ല. പക്ഷെ അച്ഛാ അങ്ങനെ പറയരുത്, ഞാൻ അച്ഛനെ ഞെട്ടിച്ചിട്ടുണ്ട്. ശരിക്കും ഞെട്ടി, ഞാൻ ഓർത്തതിനേക്കാളൊക്കെ കൂടുതൽ ഒത്തിരി ഞെട്ടി. വീട്ടുകാരെ എന്നെ കണ്ടിട്ട് അവര് ഭയങ്കരമായിട്ട് ഞെട്ടിയായിരുന്നു. ഞാൻ അച്ഛൻ ഞെട്ടെന്ന് പറഞ്ഞു. ആരും എല്ലാരും ഞെട്ടും. ഓക്കെ. ഞാന് ഇപ്പം കേട്ടത് ഇപ്പൊ എന്റെ ഒപ്പം ഇരുന്ന് ആ പറഞ്ഞ ഒന്ന് ആവർത്തിക്കാവോ? അവിടെ പറഞ്ഞത് പറഞ്ഞു. അച്ഛൻ ഈ പ്രേമിക്കുന്ന പെണ്ണുങ്ങളെ കുറിച്ച് അല്ല പ്രേമിക്കുന്ന ആണുങ്ങളെ കുറിച്ച് പറഞ്ഞൊരു സംഭവമുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ്. കാരണം ഞാൻ ചെറുപ്പകാലത്തൊക്കെ പ്രേമിച്ചത് കൊണ്ട് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ്. ആ ഡയലോഗാണ് ഫസ്റ്റ് ഞാൻ പഠിച്ചത് കേട്ടോ. ഈ പ്രേമിക്കുന്ന സമയത്ത് ഈ പെൺകൊച്ചിന്റെ ദേഹത്ത് ഒരു ചെറിയ മറിവ് വന്നാൽ മതി. അതിനെക്കുറിച്ച് കാമുകൻ കവിത, തിരക്കഥ, ഉപന്യാസം, ലാശ സംവിധാനം വരെ ചെയ്തു കളയും. കല്യാണം കഴിഞ്ഞു 6-7 മാസമായി. ഈ പെൺകൊച്ചിന്റെ ദേഹത്ത് വെള്ളപ്പാണ്ട് വന്നാൽ പോലും ഭർത്താവ് തിരിഞ്ഞു നോക്കത്തില്ല. ഇന്ന് തേപ്പിന്റെ കാലഘട്ടം. പലതരത്തിലുള്ള തേപ്പുകളുണ്ട്. മാനസികമായിട്ട് തേക്കുന്നു, ശാരീരികമായിട്ട് തേക്കുന്നു, മുഴുവനായിട്ട് തേക്കുന്നു. ഇത് കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ ഒരു പെണ്ണുങ്ങളെ നോക്കാൻ പോയിട്ടില്ല അച്ഛാ. ഭയങ്കര വിഷമമായി എനിക്ക് ഇപ്പൊ ഒരു വിഷമം അറിയോ? ഇത് കഴിഞ്ഞ ശേഷം എനിക്ക് പെണ്ണ് കിട്ടുമെന്നൊരു വിഷമമുണ്ട്. ഒരു കല്യാണം കഴിക്കുവാണെങ്കിലേ ഭാവി വധുവിനെ കുറിച്ചൊരു സങ്കല്പമൊക്കെ വേണമല്ലോ. അത് ഞാൻ എന്താണ് ഭാവി വധുവിനെ കുറിച്ചുള്ള മറ്റേ സങ്കല്പം? ഞാൻ അച്ഛന്റെ സൗണ്ടിൽ തന്നെ പറയട്ടെ. ഈ പെണ്ണുങ്ങളെ കുറിച്ച്, കല്യാണം കഴിക്കുന്ന പെൺകൊച്ചിനെ കുറിച്ച് സങ്കല്പം എന്ന് പറയുന്നത് ആ പെൺകൊച്ച് സുന്ദരിയാവണം എന്ന് നിർബന്ധമില്ല. പക്ഷെ മറ്റുള്ളവർക്ക് ശല്യമായി മാറരുത്. എന്നും പള്ളിയിൽ പോണവളാകണം എന്ന് നിർബന്ധമില്ല. പക്ഷെ പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്നോട് പറയണം. ഒരാൾക്ക് ഒരു സമയം ഒരേ ടൈമിൽ മെസ്സേജ് അയക്കാവൂ. അതുപോലെ തന്നെ സൽഗുണ സമ്പന്നയും കുടുംബത്തോട് സ്നേഹമുള്ളവളും പ്രാർത്ഥനയിലും വിശുദ്ധിയിലും ഐക്യമുള്ളവളും ആയിരിക്കണം. ഇതൊക്കെ കിട്ടുവാവോ? ഇതൊക്കെ നമുക്ക് എല്ലാം കഴിഞ്ഞൊരു പരിയൊന്നും കിട്ടിയല്ല. അച്ഛൻ എനിക്കൊരു സംശയം എന്ന് പറഞ്ഞാൽ അച്ഛൻ ഈ കുടുംബജീവിതത്തിലെ കാര്യങ്ങളൊക്കെ അറിയില്ലേ? അപ്പൊ അച്ഛൻ അവരുടെ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ രഹസ്യങ്ങൾ അച്ഛന് മനസ്സിലാവുന്നത്? അത് പരസ്യമായിട്ടൊന്ന് പറയാവോ? അതെ, അപ്പം കല്യാണം കഴിക്കാത്ത ഞാൻ എങ്ങനെ കല്യാണം കഴിച്ചവരെ കുറിച്ച് അറിയുന്നു എന്നൊക്കെ ഒരു ആകാംക്ഷ ഉണ്ടെങ്കിൽ അറിയാമെങ്കിൽ ഇതന്നെ പറഞ്ഞു. ഞാനത് നോക്കി അച്ഛൻ പറഞ്ഞൊരു മറുപടി തന്നെ പറയട്ടെ. ഒരു നല്ല റെഫറിക്ക് അതിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ അവരുടെ ജീവിതത്തിൽ ഗെയിം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് മനസ്സിലായി അച്ഛൻ എല്ലാ കാര്യങ്ങളും അറിയാം അല്ലേ? ഓക്കെ. അപ്പൊ സത്യം അതുകൊണ്ടാണോ അച്ഛൻ കല്യാണം കഴിക്കാത്തത്? അറിയാം. ഒരിക്കലും സംഗതി അറിഞ്ഞുകൊണ്ട് പിന്നെ അപകടമാണല്ലോ. കർത്താവ് ഒരു കുരിശാവുന്നോളൂ ഇനിയിപ്പോ വീണ്ടും. ഓക്കെ. വളരെ സന്തോഷം. അച്ഛന്റെ സൗണ്ട് ഞാൻ ഇമിറ്റേറ്റ് ചെയ്യുന്നത് തന്നെ വലിയൊരു കോമഡി ആവട്ടെ. അച്ഛന്റെ ഡ്രസ്സും അച്ഛന്റെ പേരുമായിട്ട് ബന്ധമുണ്ട് അതിന്. അതിനെന്താ വെച്ചാൽ ഞാനൊരു ദിവസേ ഉറങ്ങി ഇങ്ങനെ വീട്ടിൽ കിടന്നുറങ്ങും. എങ്ങനെ കിടന്നുറങ്ങുവാണേ. അപ്പം മമ്മി വൈകുന്നേരം 3 മണിയായപ്പം പള്ളിയിലൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞ് കാപ്പി കുടിക്കാന്ന് പറഞ്ഞു. പെട്ടെന്ന് ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ ഉറക്കത്തിന്റെ ആ ഒരു ഇതുണ്ടല്ലോ, അവിടെ ആ സൗണ്ട് പിടിച്ചു കഴിഞ്ഞാൽ അച്ഛൻ സൗണ്ട് കിട്ടും. നോക്കിക്കോട്ടോ, അച്ഛൻ നോക്കിക്കോ. എനിക്ക് ഇനി കാപ്പി വേണ്ട ആണോ? ആ സൗണ്ട് അത് കയറി പിടിച്ചു. അപ്പൊ എനിക്ക് തോന്നി ഇത് എവിടെയോ കേട്ടുപരിചയമുള്ള സൗണ്ടാണല്ലോ. പെട്ടെന്ന് നോക്കി കഴിയുമ്പോൾ നമുക്ക് അച്ഛന്റെ അതേ സൗണ്ടാണ്. അച്ഛന്റെ സൗണ്ട് സംസാരിക്കുമ്പോൾ അതായി മാറുക. അത് വലിയ ദൈവാനുഗ്രഹം കേട്ടോ അച്ഛാ. ഇപ്പം ശബ്ദം നല്ലതാണ്, അനുകരണം നല്ലതാണ്. ഇതില് പടിപടിയായിട്ട് വളരട്ടെ. ഒത്തിരി നല്ല അനുകരണങ്ങൾ നടത്തി ഒരുപാട് പ്രേക്ഷകരുടെ മനസ്സിൽ സന്തോഷമൊക്കെ നിറയ്ക്കാൻ ഇടയാകട്ടെ ആഗ്രഹിക്കുന്നു. എല്ലാവിധ നന്മകളും നേരുന്നു. നന്നായി വാ. തൊടുപുഴ വണ്ണപ്പുറം സ്വദേശിയായ ബേസിൽ ബെന്നി അനുകരണ കലയിലെ വൈവിധ്യം കൊണ്ടും ജീവിത നൈർമല്യം കൊണ്ടും അനുവാചകരെ അത്ഭുതപ്പെടുത്തുന്നു. കൊച്ചിയിൽ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ ചെറുപ്പക്കാരൻ ശബ്ദാനുകരണ കലയിൽ ശ്രദ്ധേയനാവുകയാണ്. ഒരാഗ്രഹം പറഞ്ഞോട്ടെ, ഇനി കല്യാണം നടക്കുകയാണെങ്കിൽ ആ കല്യാണം അച്ഛൻ നടത്തി തരണം. എന്റെ ഡേറ്റ് നേരത്തെ ചോദിച്ചാൽ മതി. ഓക്കെ.